ദൈവമേ. అందరూ వినండి, ఇప్పుడు మన గురుజీ సూర్యనారాయణ ఒరిజినలా డూప్లికేట్ అని కనిపెట్టి చెప్పబోతున్నారు. ഗുരുജി സംസാരിക്കാൻ തുടങ്ങുന്നു, ശ്രദ്ധിക്കുക എന്ന്. ఏమండి, సమయం ఉన్నాయి. ഷുഗറിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്. 24 വർഷങ്ങൾക്ക് മുമ്പ് രാജകുമാരിയെ ബാല്യവിവാഹം ചെയ്ത അപ്രത്യക്ഷനായ സൂര്യനാരായണൻ മണ്ണടിഞ്ഞുവെന്നാണ് നാം അടക്കമുള്ളവർ കരുതിയത്. ആ സൂര്യനാരായണൻ തിരിച്ചു വന്നിരിക്കുന്നു. ഗുരുജി, ഒരു തിരുത്തുണ്ട്. അങ്ങ് തിരിച്ചറിയും വരെ ഞങ്ങൾക്ക് ഇയാൾ സൂര്യനാരായണനല്ല. നരസിംഹന്റെ വാദം തീർത്തും ശരിയാണ്. ആൾമാറാട്ടം നടത്തി കൊട്ടാരത്തിലെ സകല സ്വത്തുക്കളും അപഹരിക്കാൻ വന്നെത്തിയതാണോ എന്നറിയേണ്ടതുണ്ട്. ഇവിടുത്തെ നിലവറയിൽ പരദേവതകളുടെ തിരുമുമ്പിൽ 7 പൂട്ടിട്ട് സൂക്ഷിച്ചിട്ടുള്ള കൊട്ടാരം രഹസ്യങ്ങളുടെ ഒരു ചെപ്പുണ്ട്. കാന്തപുരം കൊട്ടാരത്തിലെ പിന്മുറക്കാരെ സംബന്ധിക്കുന്ന എല്ലാ തെളിവുകളും രഹസ്യങ്ങളും അടങ്ങുന്ന മാതൃക ചെപ്പ്. അതും സൂര്യനാരായണന്റെ സാമുദ്രിക ലക്ഷണങ്ങളും ഒത്തുചേർന്നാൽ എല്ലാം ശുഭം. അല്ലെങ്കിൽ കനക ഓടി രക്ഷപ്പെട്ടു. നിലവറക്കകത്ത് കയറിയ നിന്റെ കാര്യം കെട്ടപ്പുക ഞങ്ങളുടെ വരൂ. ബോഡി നാട്ടിലെത്തിച്ചേക്കണേ. അയ്യോ, ഈശ്വര, എന്നെ വിധവയാക്കല്ലേ. രക്ഷിക്കണം ഗുരുജി, ഞാൻ രാജകുമാരനല്ല. ഞാനൊരു നാടക നടന കനകാംബരൻ. രാജാപാർട്ട് കെട്ടി ഉപജീവനം നടത്തുന്ന എന്റെ തല കൊയ്യരുത്. ഞാനൊരു പാവ. കാന്തപുരം കൊട്ടാരത്തിൽ കടന്നുകൂടി രാജകുലത്തിന് അപമാനം വരുത്തിവെച്ച ദ്രോഹി. സത്യം പറ, എന്തിനീ വേഷം കെട്ടി? നല്ലൊരു സംഖ്യ മുന്നിൽ കണ്ടതുകൊണ്ട് വലിയ മാമയും ചെറിയ മാമയും വന്ന് ഒരു ദിവസത്തേക്ക് രാജകുമാരനാവണമെന്ന് പറഞ്ഞപ്പോ 3 ലക്ഷം തരാമെന്ന് പറഞ്ഞപ്പോ ഇറങ്ങി പുറപ്പെട്ടതാ. സൂര്യനാരായണൻ തിരിച്ചെത്തിയെന്ന് കരുതി ആഹ്ലാദിക്കുകയാണ് ഞങ്ങളുടെ കുമാരി. വഞ്ചനയാണെന്നറിഞ്ഞാൽ ആ മനസ്സ് തകർന്നു പോകും. അറിയാം, തെറ്റാണെന്നറിയാം. ജീവിതം വഴിമുട്ടിയപ്പോ. അതുപോലെ നരസിംഹനെ നീ ഇടിച്ച് ചമ്മന്തിയാക്കിയോ? ആ തെറ്റും പൊറുക്കണം. അത് മാത്രമാണ് നീ ചെയ്ത നല്ല പ്രവൃത്തി. സ്വാമി, ക്രാന്തി മന്ദിരത്തിലെ തെലുങ്കനായ അന്തേവാസിയാണെങ്കിലും പരിചയപ്പെട്ട കാലം മുതൽ ഈ കൊട്ടാരത്തിലെ അംഗങ്ങളോടൊരു കൂറുണ്ടായിരുന്നു. ഈ സൂര്യനാരായണന്റെ അച്ഛൻ ഹരിചന്ദ്രവർമ്മ എന്റെ ഉറ്റതുള്ളനായിരുന്നു. ഈ കൊട്ടാരത്തിനും ഇവിടുത്തെ അംഗങ്ങൾക്കും ദോഷം വരുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല. കനകാംബരൻ സ്നേഹമുള്ളവനാണെന്നും വിശ്വസ്തനാണെന്നും ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നീ എന്നെ ഒന്ന് സഹായിക്കണം. കൈക്കൂലിയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഇപ്പൊ എന്റെ നയാ പൈസ ഇല്ല. അടുത്ത മാസം ഒരു 5-6 കളി കിട്ടിയിട്ടുണ്ട്. അത് കഴിയുമ്പോ തന്നെ ഞാൻ അങ്ങ് എത്തിക്കാം. പണം എത്ര വേണമെങ്കിലും നിനക്ക് ഞാൻ തരാം. എനിക്ക് വേണ്ടത് നിന്നെയാണ്. പിന്നെ സത്യം പറഞ്ഞ സ്വാമിയുടെ കയ്യോ കാലോ പിടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാന്ന് കരുതിയതാ. നീ സൂര്യനാരായണൻ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിവിടെ എല്ലാവരും വിശ്വസിക്കും. ഈ നരസിംഹം വരെ. മറിച്ചാണെങ്കിൽ നിന്റെ ശ്വാസം ഈ കൊട്ടാരത്തിൽ നിലയ്ക്കും. തോക്കും പിടിച്ച് നടക്കുന്ന ഈ റാണിയുണ്ടല്ലോ, ഒരു പാവമാ. ശത്രുക്കളെ പേടിപ്പിക്കാൻ ഞാൻ തന്നെ രഹസ്യമായി കൊടുത്തതാ തോക്ക്. ഇവിടെയുള്ള ഈ തെലുങ്ക് സംസാരിക്കുന്നവരെല്ലാം കാഞ്ചനയുടെ ശത്രുക്കളാ. 2 പ്രാവശ്യം ആരൊക്കെയോ ഈ കുമാരിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതാ. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അവളെ രക്ഷിക്കാൻ കരുത്തനായ നിനക്ക് കഴിയും. എന്റെ കൂട്ടുകാരന്റെ മകനായ സൂര്യനാരായണനായിട്ട് നീ ഇവിടെ ഉണ്ടാകണം. വരുന്ന കൃഷ്ണാഷ്ടമി വരെ ഉണ്ടാവില്ലേ? షుగర్ మాత్రం వేసుకున్నారు, కానీ బీపీ మాత్రం వేసుకోలేదు. నా వల్ల కాలేదు బాబు. എന്തോന്നാ നിങ്ങൾ പറഞ്ഞേ? ബിപിയുടെ ഗുളിക കഴിച്ചില്ല എന്ന്. ഒത്തിരി ഉണ്ടോ? വേണോ? ഒരെണ്ണം എടുത്തോ. എനിക്ക് എടുത്തോ. ഈശ്വര, നിലവിറക്കുള്ളിട്ട് പണി കഴിച്ചെന്നാ തോന്നുന്നേ. ഓടിക്കോ. പരദേവതകൾ കള്ളം പറയില്ല. എനിക്കും സംശയമില്ല.
6 വയസ്സുള്ളപ്പോൾ കുമാരിയുടെ കഴുത്തിൽ താലി ചാർത്തിയ സൂര്യനാരായണൻ തന്നെയാണിത്. സൂര്യനാരായണ, കുമാര,